ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികൾക്ക് ആത്മീയ ഉണർവ് പകർന്നുകൊണ്ട് ഒരു കർദിനാൾ, 2 വൈദികർ, 2 സമർപ്പിത സന്യാസിനികൾ, ഒരു അൽമായൻ ഉൾപ്പെടെ 6 പേരെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ലിയോ 14 മാർപ്പാപ്പ ഒപ്പുവെച്ചു. വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനായുള്ള വത്തിക്കാൻ തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ മാർസെല്ലോ സെമറാരോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മാർപ്പാപ്പ ഈ ചരിത്രപരമായ തീരുമാനമെടുത്തത്. വിവാഹിതരായ ദമ്പതികളുടെ ആത്മീയ വളർച്ചയ്ക്കായി ടീംസ് ഓഫ് അവർ ലേഡി എന്ന പ്രസ്ഥാനം സ്ഥാപിച്ച ഫ്രഞ്ച് വൈദികൻ ഹെൻറി കഫറേലിനെ ധന്യനായി പ്രഖ്യാപിച്ചു. ലോകമെമ്പാടുമുള്ള 74,000-ലധികം ദമ്പതികൾക്ക് ദാമ്പത്യ ജീവിതത്തിലെ വിശുദ്ധി കണ്ടെത്താൻ ഇദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ കരുത്തു പകരുന്നു. അമേരിക്കയിലെ ഒമാഹയിൽ ബോയ്സ് ടൗൺ എന്ന വിഖ്യാത അനാഥാലയം സ്ഥാപിച്ച ഫാദർ എഡ്വേർഡ് ഗ്ലാനഗാനാണ് ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മറ്റൊരു പ്രമുഖൻ. മോശക്കാരനായ ഒരു കുട്ടിയുമില്ല എന്ന ദർശനത്തോടെ അദ്ദേഹം നടത്തിയ സേവനങ്ങൾ ഹോളിവുഡ് സിനിമകളിലൂടെ പോലും ലോകപ്രശസ്തമാണ്. 12 കുട്ടികളുടെ പിതാവും ലളിത ജീവിതം നയിച്ച രാഷ്ട്രീയ നേതാവുമായ ഇറ്റാലിയൻ വംശജൻ ജൂസപ്പെ കാസ്റ്റഗെറ്റിയാണ് പട്ടികയിലെ ശ്രദ്ധേയമായ മറ്റൊരു പേര്. വിശുദ്ധ പാദ്രി പിയോയുടെ ആത്മീയോപദേശങ്ങൾക്കനുസരിച്ചാണ് ഇദ്ദേഹം തന്റെ ജീവിതം ക്രമീകരിച്ചിരുന്നത്. സ്വന്തം ദാരിദ്ര്യത്തിനിടയിലും മറ്റുള്ളവരെ സഹായിക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സാണ് അദ്ദേഹത്തെ ഈ പദവിക്ക് അർഹനാക്കിയത്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നവർക്കായി ഏർപ്പെടുത്തിയ പ്രത്യേക വിഭാഗത്തിൽ കർദിനാൾ ലുഡോവിക്കോ അൽറ്റീരിയെയും ഉൾപ്പെടുത്തി. 1867 കോളറ പകർച്ചവ്യാധി സമയത്ത് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനിടയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. സിസ്റ്റർ മരിയ ഡൊളോറസ് റൊമേരിയോ അൽജേറി ബ്രസീലിലെ ദരിദ്രർക്കിടയിൽ സേവനമനുഷ്ഠിച്ച സ്പാനിഷ് കന്യാസ്ത്രീയായിരുന്നു. കൗമാരപ്രായത്തിൽ പരിശുദ്ധ അമ്മയുടെ ദർശനം ലഭിക്കുകയും പിന്നീട് മിഷണറിയായി പ്രവർത്തിക്കുകയും ചെയ്ത പോളിഷ് കന്യാസ്ത്രീയായിരുന്നു സ്റ്റാൻസിലാവ സമോലുസ്ക. ഈ മരിയൻ ദർശനങ്ങളുടെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് 2027 ലിയോ 14 മാർപ്പാപ്പ പോളണ്ട് സന്ദർശിക്കാൻ സാധ്യതയുണ്ട്.